അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത എത്രയോ പേര് മലയാള സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. സത്യമാണ്, വെറുതെ പറഞ്ഞതല്ല. ഇപ്പം ആദ്യകാലത്ത് എന്നുവെച്ചാൽ മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം സംഘഗാനം എന്ന് പറയുന്ന PA ബക്കറിൻ്റെ തന്നെ സിനിമയിലെ പ്രധാന വേഷം അഭിനയിച്ചതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് സിനിമകൾ ജോർജ് സാറിൻ്റെയൊക്കെ KG ജോർജിൻ്റെയൊക്കെ സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം നല്ല സിനിമയിൽ മാത്രമേ ഇനി അഭിനയിക്കൂ എന്ന് ഇടക്കാലത്ത് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കാലത്ത് എനിക്കുണ്ടായിരുന്ന സിനിമാ സങ്കല്പവുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള സിനിമകളിലെ അഭിനയിക്കൂ എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ആ സിനിമകൾ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി നാടകവും എനിക്കിഷ്ടമുള്ള വിഷയമാണല്ലോ. അപ്പം സിനിമ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് കൊണ്ട് സിനിമയിലേക്ക് വന്നു. അല്ല, ഇനിയും വീണ്ടും സിനിമ ഉണ്ടാകുന്നത് വരെ, ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഉണ്ടാകുന്നത് വരെ നാടകത്തിലേക്ക് പോകാം. അങ്ങനെ ഞാൻ തൃക്കരിപ്പൂരുള്ള ചില സുഹൃത്തുക്കളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഒരു പ്രൊഫഷണൽ നാടകം സംഘടിപ്പിക്കാൻ. പ്രൊഫഷണൽ നാടകം എന്ന് വെച്ചാൽ വളരെ എസ്തെറ്റിക് സൈഡിൽ നല്ല ബലമുള്ളൊരു നാടകം. അങ്ങനെ ഞാൻ തന്നെ ആ നാടകം, അങ്ങനെ അതിനുള്ള പൈസയൊക്കെ സംഘടിപ്പിക്കാൻ അവിടുത്തെ സുഹൃത്തുക്കൾ തയ്യാറായി. ആരുടെ സാമ്രാജ്യം എന്ന് പറയുന്നൊരു നാടകം ഞാൻ ആ കാലത്ത് എഴുതി. അപ്പോൾ അതിൽ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. പക്ഷേ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ ആരംഭിക്കുന്ന ഘട്ടമായപ്പോൾ സംഘഗാനം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംവിധായകരുമായിട്ടൊക്കെ, കാരണം PA ബക്കർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് ബുദ്ധിജീവി സംവിധായകരെ ഒരാളായിട്ടാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അക്കാലത്തുള്ള ബുദ്ധിജീവികളൊക്കെ എനിക്ക് വളരെ ഇഷ്ടവുമായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. അവർ ശരിക്കും ബുദ്ധിജീവികളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിൽക്കാലത്ത് പിന്നെയും കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് മിക്ക ബുദ്ധിജീവികൾ മണ്ടന്മാരാണെന്ന് എനിക്ക് മനസ്സിലായത്. അവർ പലരും ഇങ്ങനെ താടി വെക്കും, ജുബ്ബയിടും, ഒരു സഞ്ചി ഇങ്ങനെ ഇടും എന്നല്ലാതെ മണ്ടന്മാരാണ്. സിനിമകളെക്കുറിച്ചിട്ട് ഇങ്ങനെ ഫോറിൻ സിനിമകളെക്കുറിച്ചും മറ്റേ കുറസവ എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇവരത് കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എനിക്കൊരു ടെലിഗ്രാം ചെയ്യുന്നത്. ഞാൻ തൃക്കരിപ്പൂരി നാടകത്തിൻ്റെ സംഭവമായിട്ട് റിഹേഴ്സൽ തുടങ്ങാൻ നേരത്ത്. അപ്പോൾ ആ സുഹൃത്തുക്കൾ, അവിടെയുള്ള സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നിങ്ങളേതായാലും സിനിമയിലേക്ക് കാലുകുത്തിയ ആളാണല്ലോ, നാടകം നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷവും ചെയ്യാം. അതുകൊണ്ട് ഇത് അദ്ദേഹം ആരാണ്, അദ്ദേഹം പിന്നെ നല്ല സിനിമയുടെ ആളാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായും PA ബക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെയുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകണം, നമുക്ക് നാടകം പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം ശരിക്കും പറഞ്ഞാൽ, കാരണം നാടകത്തിൻ്റെ പകുതിക്ക് വെച്ച് തിരിച്ചു പോരുന്നതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു, ഇവിടേക്ക് വന്നു, മദ്രാശിയിലേക്ക് വന്നു. ഇവിടെ വന്നു അദ്ദേഹം എനിക്ക് ടെലിഗ്രാം അയച്ച അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കാത്തു നിന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോഴാണ് വഴിയിൽ വെച്ച് അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാനിങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ആദ്യമായി അദ്ദേഹം സംവിധാനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യം. അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിന് മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം എന്നെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം പറയാം. നിങ്ങൾ അതിൻ്റെ തിരക്കഥയും സംഭാഷണം എഴുതരണം. ഞാനിങ്ങനെ ഇന്നുവരെ അങ്ങനെ ഒരു സംഗതിയെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. എന്നുവെച്ചാൽ ഞാനങ്ങനെ സിനിമയിലെ തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതുന്നതിനും എത്രയോ കാലം മുമ്പാണത്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തിരക്കഥ സംഭാഷണം എഴുതാൻ അറിയില്ല. ഇല്ല, അതൊന്നും സാരമില്ല, കഥ ഗംഭീര കഥയാണ്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കും. അസാധ്യമായ കഥയാണ്. നിർമ്മാതാക്കളെല്ലാം ആ കഥ കേട്ട് വളരെ വികാരവിവശരായി. ഞാൻ ചോദിച്ചു, പക്ഷേ എനിക്കറിയില്ലല്ലോ ഈ കഥ എങ്ങനെ തിരക്കഥയാക്കണമെന്ന്. അതൊന്നുമല്ല, കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ തോന്നും. നിങ്ങളെ കഥ ആദ്യം ഒന്ന് കേൾക്കും. അങ്ങനെ ഞാൻ കഥ കേൾക്കാൻ വേണ്ടി അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ സഹസംവിധായകനായി വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരാൾ ഒരു നോട്ട് പുസ്തകം തുറന്നു കഥ വായിക്കാൻ തുടങ്ങി. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഭയങ്കര ഒരു കഥയായിരുന്നു അത്. എന്നുവെച്ചാൽ അമ്മയും മകനും ചെറിയ മകളും ഒക്കെയുള്ള ഒരു കുടുംബം. അവർക്ക് ദാരിദ്ര്യവും പട്ടിണിയൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പം ആ നാട്ടിൽ വലിയൊരു കൊടുങ്കാറ്റും പേമാരിയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഇടിമിന്നലിൽ ഈ ആൺകുട്ടിയുടെ
കണ്ണ് പൊട്ടിപ്പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഒരു തോട് കുത്തി വലിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന പെൺകുട്ടി ഈ തോട്ടിൽ കൂടി ഒലിച്ചു പോകുന്നു. കണ്ണ് കാണാത്ത ആങ്ങള ഇവളെ അന്വേഷിച്ച് നടന്ന് ഇവനും തോട്ടിലൂടെ വേറെ അങ്ങോട്ട് ഒലിച്ചു പോകുന്നു. അങ്ങനെ വേറൊരു നാട്ടിൽ 2 സ്ഥലങ്ങളിലായിട്ട് ഇവർ വളരുന്നു. അങ്ങനെ സഹോദരൻ അപ്പോഴും സഹോദരി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിഗംഭീരമായ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ സംവിധായകനെ ഒരു സൗകര്യത്തിന് വേണ്ടി നാരായണൻ എന്നൊരു പേരിടാം. ഞാൻ ചോദിച്ചു, നാരായണ ഇതെന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു കഥ? അയ്യോ ശ്രീനി, ഈ കഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് 6 പ്രൊഡ്യൂസർമാരാണ്. അവർ കോഴിക്കോട് ബിസിനസ്സുകാരാണ്. അവരൊക്കെ ഈ കഥ കേട്ടിട്ട് കരയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നാരായണനെ കുറച്ച് ദൂരേക്ക് വിളിച്ചുകൊണ്ടേ മാറ്റി പറഞ്ഞു, ഈ സിനിമ എടുത്താൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അടി കിട്ടും. നാരായണൻ ആദ്യം അടി കിട്ടും. പിന്നെ ആരൊക്കെയാണെന്ന് വെച്ചപ്പോൾ ഞാനിതിൻ്റെ തിരക്കഥ എഴുതാന്ന് വെച്ചാൽ എന്നെ അടിച്ച് നാട്ടിൽ എല്ലാം അടിച്ചോടിക്കും. അതുകൊണ്ട് എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മാത്രമല്ല 7 ദിവസമുള്ളൂ ഷൂട്ടിങ്ങിന്. അതിനു മുമ്പ് ഈ തിരക്കഥയും സംഭാഷണമൊക്കെ ഞാൻ എഴുതണം. അപ്പം പിന്നീട് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഈ കഥയും കൊണ്ട് പല ആളുകളെയും പുള്ളി സമീപിച്ചു തിരക്കഥയാക്കാൻ. ആരെയും കിട്ടാതായപ്പോൾ മലയാളം എഴുതാൻ, അക്ഷരം എഴുതാൻ അറിയാവുന്ന ആരെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു. അപ്പോൾ അക്ഷരം അറിയാവുന്നവരായിരിക്കും ഞാൻ എന്നുള്ള സങ്കല്പത്തിലാണ് എനിക്ക് ടെലിഗ്രാം അയച്ചിരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ അക്ഷരം ശരിക്കും എഴുതാൻ പറ്റുന്ന ആൾക്കാർ കുറവായിരുന്നു. അല്ലാതെ ഞാൻ തിരക്കഥ എഴുതുന്ന ആളാണോ അല്ലയോ എന്നൊന്നും ഈ നാരായണനോ സംഘത്തിനോ അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിത പ്രശ്നമാണ്, എനിക്ക് ആദ്യമായി സംവിധാനം ചെയ്യാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്, അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത്. നിങ്ങൾ വിചാരിച്ചാൽ ഇങ്ങനൊരു സന്ദർഭം എനിക്ക് കിട്ടും. ഇനി എനിക്ക് ആരെടുത്തും സഹായത്തിനില്ല. കാരണം നടന്മാരെയൊക്കെ ഡേറ്റ് വാങ്ങിച്ചു ഒരാഴ്ചക്കകം ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകും, പ്രൊഡ്യൂസർ പിന്മാറും. അങ്ങനെ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലായി ഞാൻ. കാരണം ഞാൻ ബക്കർജിയുടെ കൂടെ പരിചയപ്പെട്ട ഒരു മാന്യദേഹമാണല്ലോ, ബുദ്ധിജീവിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇദ്ദേഹം എന്തിനിങ്ങനൊരു കഥ എടുക്കുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷേ എനിക്കാകെ സംശയമായി. എങ്കിലും ഇതെങ്ങനെ നേരിടണമെന്നും പ്രതികരിക്കണമെന്നും അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, പക്ഷേ ഈ കഥ ഞാൻ എങ്ങനെ എഴുതാനാണ്, എനിക്കൊരു പിടിയില്ല. അങ്ങനെ അവസാനം ഞാൻ ചോദിച്ചു, ഓക്കെ, എനിക്ക് ഏകദേശം തരക്കേടില്ല എന്നുള്ള രീതിയിൽ ഈ കഥ മാറ്റിമറിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളെനിക്ക് തരുമോ നാരായണ? അപ്പം നാരായണൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും മാറ്റിക്കും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എന്ത് വേണമെങ്കിലല്ല, എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ മാറ്റിക്കോളൂ, അതൊന്നും ഒരു പ്രശ്നമില്ല, ഒരാഴ്ചക്കകം നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് അത്യാവശ്യമാണെങ്കിൽ ചെയ്തു നോക്കാം, കഥ മാറ്റി എഴുതി നോക്കാം. അപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നാരായണൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇതിന് റെമ്യൂണറേഷൻ, വേതനം എന്ത് വേണം? അപ്പോൾ ഇങ്ങനത്തെ ഒരു നിഷ്ഠുര കൃത്യം ചെയ്യാനാകുമ്പോൾ കുറച്ച് കൂടുതൽ വേതനം നല്ലതാണെന്ന് എനിക്ക് തോന്നി. അന്നത്തെ ലെവലിൽ തരക്കേടില്ലാത്തൊരു തുക ഞാൻ പറഞ്ഞു, ഒരു 3000 രൂപ തരാൻ പറഞ്ഞു. കാരണം അത് വലിയ തുകയാണ്. അന്ന് സംഘഹനം എന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചതിന് എനിക്ക് കിട്ടിയത് 1000 രൂപയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വൻ തുകയാണ്.